എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റൂട്ട് 543 കേട്ടോ, എല്ലാം 543 വക്ര ടു എസ്ദാൻ. പിന്നെ റൂമൊന്ന് പുറത്തിറങ്ങി, ഇപ്പം 4 മണിയായി. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ തന്നെ നല്ല ചൂടാണ്, തീക്കാറ്റ് പോലത്തെ ഒരു ചൂട്, ഒരു രക്ഷയില്ല, പൊരിഞ്ഞ ചൂടാണ്. ഇതാണ് നമ്മൾ ക്യാൻറ്റീൻ അല്ലേ, നമുക്ക് പുറത്തിരിക്കാനും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ നമുക്ക് റൂമിൽ നിന്ന് ഫുഡ് കഴിക്കാൻ അങ്ങനത്തെ ഒന്നും പറ്റില്ല. നമ്മളിവിടെ പുറത്തുനിന്ന് ഫുഡ് വാങ്ങാം, കഴിക്കാം. ഇവിടെ ക്യാൻറ്റീൻ ഉണ്ട്, അവിടെ നിന്ന് വാങ്ങി കഴിക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഹോട്ടലിൽ നിന്ന് വാങ്ങി കൊണ്ടുവന്ന് കഴിക്കാം. അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം. പിന്നെ ഓഫീസിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഡ്യൂട്ടി ബോർഡ് വാങ്ങണം. സാധാരണമായി തന്നെ നേരെ വക്ര ഇവിടുന്ന് ഡ്യൂട്ടി ബോർഡ് വാങ്ങി നേരെ വക്രയിൽ പോവുക, വക്രയിൽ നേരെ നമ്മൾ വണ്ടി എടുക്കുക. അങ്ങനെ ഓഫീസിൽ കയറി ഡ്യൂട്ടി ബോർഡ് വാങ്ങി പഞ്ചിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഇന്ന് 5 മണിക്കാട്ടോ ഡ്യൂട്ടി. ഓരോ ദിവസം ഓരോ റൂട്ടിലായിരിക്കും. അപ്പോൾ ഇന്ന് ടൈം ലേശം വ്യത്യാസമുണ്ട്. കഴിഞ്ഞ ദിവസം 3 മണിക്കാണ് പോയത്, ഇന്നിപ്പോൾ 5 മണിക്കാണ്. 4 മണിക്ക് പഞ്ചിങ് ആണ്. അപ്പോൾ മണിക്കൂർ ഒരു മണിക്കൂറോ 3/4 മണിക്കൂറോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിഫറൻ്റ് ആവട്ടോ ചില ദിവസം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഓഫ് ഇട്ട ദിവസം, ഓഫ് കഴിഞ്ഞ് പിറ്റേത്തെ ദിവസം നമുക്ക് ചിലപ്പം മോർണിംഗ് ആകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെയും മാറുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് തലേന്ന് തന്നെ നമ്മളെ വാട്സപ്പിൽ മെസ്സേജ് വരും. നമ്മളെ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ വണ്ടി, സ്റ്റിക്കറൊക്കെ അടിച്ച വണ്ടി. ആ കാണുന്നതാണ് കേട്ടോ മെട്രോ സ്റ്റേഷൻ, വക്ര മെട്രോ സ്റ്റേഷൻ. അടുപ്പിച്ച് തന്നെയാണ് നമ്മളെ ബസ് സ്റ്റേഷൻ. കണ്ടില്ലേ, ഇതാണ് നമ്മളെ ബസ് സ്റ്റേഷൻ. ഈ ബസ് സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഇത് ഫുള്ള് കാർ പാർക്കിംഗ് ഏരിയ കേട്ടോ. ഇതൊരു ലോകം തന്നെയാണ് ഈ ഒരു ഏരിയ. നമ്മളെ വണ്ടി ചാർജിങ്ങിൽ ഇട്ടാ, പിന്നെ വേറൊരു വണ്ടി ഉണ്ട് അവിടെ ചാർജിങ്ങിൽ ഇട്ടിട്ട്. അങ്ങനെ നമ്മളെ വണ്ടിയുടെ ചെക്കിങ് ഒക്കെ കഴിഞ്ഞ് ഇതാ വണ്ടിയിൽ ഇങ്ങനെ കുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ വണ്ടി ചാർജ് ആക്കാൻ വെച്ചാണ്. ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടാണ് വണ്ടി ഇവിടുന്ന് എടുക്കണമെങ്കിൽ. എന്നിട്ട് ട്രാക്കിലിടണം. ട്രാക്കിലിട്ടിട്ട് 5 മണിക്കാണ് 4:55 ട്രാക്കിലിടണം. ട്രാക്കിലിട്ടിട്ട് 5 മണിക്ക് വണ്ടിയാണ് പുറപ്പെടും. ഓക്കെ, ആകെ റണ്ണിങ് ടൈം എന്ന് പറയുന്നത് അപ്പ് ആൻഡ് ഡൗൺ ടൈം ഇതിൻ്റെ 1 മണിക്കൂറും 8 മിനിറ്റാണ്. ഇതാണ് ജനൂബിയ സ്റ്റേഡിയം. വേൾഡ് കപ്പ് കളികൾ നടന്ന സ്റ്റേഡിയങ്ങളിൽ ഒരു സ്റ്റേഡിയം ആട്ടോ ഇത്. ഇത് വക്രയിൽ നിന്ന് ഏകദേശം 7-8 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഈ ഏരിയയിലൊക്കെ അത്യാവശ്യം ഷെയ്ഖുമാരുള്ള സ്ഥലമാട്ടോ. അവരൊക്കെ വീട് കണ്ടിട്ടുണ്ടല്ലോ, ഞെട്ടിപ്പോവും. അമ്മാതിരി വീടുകളാണ്. ഞാൻ ഇപ്പോൾ കാണിച്ചിരങ്ങൾക്ക് ഒരു വീട് ഇതുണ്ടല്ലോ, ഈ റൈറ്റ് സൈഡിലൊരു വീട്. ഇതിനൊക്കെ രാത്രി ലൈറ്റ് ഇട്ടാണ്ടല്ലോ, വേറെ ലെവല് തന്നെയാണ്. ഇതാണ് എസ്ദാൻ ഓയസിസ്. ഇതൊരു 2-3 കിലോമീറ്റർ ചുറ്റളവിൽ ഈ ഒരേ മോഡൽ ബിൽഡിങ്ങുകളാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഷോപ്പുകളുണ്ട്. ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, ഹോസ്പിറ്റൽ ഉണ്ട്, ഇൻ്റർനാഷണൽ സ്കൂൾ ഉണ്ട്. അങ്ങനത്തെ അത്യാവശ്യത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് മലയാളികൾ താമസിക്കുന്ന സ്ഥലമാണ്. പിന്നെ ഇവിടുത്തെ ബിൽഡിങ്ങിനൊക്കെ അത്യാവശ്യം നല്ല റെൻ്റ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല റെൻ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല റെൻ്റ് ഉണ്ട്. ഇവിടെ ഉണ്ട് നമ്മളെ ലാസ്റ്റ് സ്റ്റോപ്പ്. ആ കാറൊക്കെ പാർക്ക് ചെയ്തില്ല, ആ സൈഡിലാണ് നമ്മളെ ലാസ്റ്റ് സ്റ്റോപ്പ്. ഇനി മുന്നോട്ട് പോയാൽ ഒരു റൗണ്ട് അബൌട്ട് ഉണ്ട്, അവിടെ നിന്ന് യൂട്ടേൺ അടിക്കുക. തിരിച്ച് സെയിം റൂട്ടിൽ തന്നെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത് കേട്ടോ. അങ്ങനെ ചങ്കൾ എൻ്റെ ഫസ്റ്റിലത്തെ 2 ട്രിപ്പ് കഴിഞ്ഞ ശേഷം 1.5 മണിക്കൂർ ബ്രേക്ക് കിട്ടി. അത് കഴിഞ്ഞ് ഒരു ട്രിപ്പ് കൂടി എടുത്തപ്പം 1 മണിക്കൂർ ബ്രേക്ക് കിട്ടി. അപ്പോൾ ആ ബ്രേക്ക് കഴിഞ്ഞ് ചായ കുടിച്ച് മെല്ലെ വന്ന് ഇതാ വണ്ടി എടുക്കുകയാണ്. നമ്മളെ സെയിം ബസ് തന്നെ കേട്ടോ കിട്ടിയത്. ആദ്യം എടുത്ത സെയിം ബസ്, അതിൻ്റെ ഇടയ്ക്ക് ഒരു ബസ് ചേഞ്ച് ആക്കിയിരുന്നു. അപ്പോൾ ഫസ്റ്റിലെടുത്ത അതേ ബസ് തന്നെയാണ് നമുക്കിപ്പോൾ കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി 2 ട്രിപ്പ് കൂടി കണ്ടിന്യൂ ചെയ്യാണ്ട്. ആ 2 ട്രിപ്പ് കൂടി കഴിഞ്ഞാൽ നമ്മളെ ഡ്യൂട്ടി കഴിഞ്ഞ്. ഇതിൻ്റെ ലാസ്റ്റ് ട്രിപ്പ് കേട്ടോ, കൊട്ടാരങ്ങൾ തിളങ്ങുന്നത് കാണിച്ചു തരാം.
നമ്മളെ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞു. ഇനിയിപ്പോൾ 2:33 പഞ്ചൗട്ടാണ്. പഞ്ചൗട്ട് അടിക്കണം, റൂമിൽ പോകണം, ഭക്ഷണം കഴിക്കണം. ഇതിൽ നമ്മളെ വണ്ടി എടുത്താൽ അവിടെ പാർക്ക് ചെയ്തിട്ട് അല്ലേ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.